ബിഗ് ബോസ് സീസൺ 6 മലയാളം. ഓക്കെ, ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതിന് ഒരു പാരഗ്രാഫ് കമൻറ്റ് വന്നിട്ടുണ്ട്. അത് ആ പുള്ളിക്കാരൻ്റെ ഇമോഷൻസ് ആയിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞാലും ബിഗ് ബോസ് സീസൺ 6 എന്ന് പറയുമ്പോഴേ ജാസ്മിൻ. അപ്പോൾ ഇത് ജാസ്മിൻ്റെ മാത്രം ഷോയാണ്. നിങ്ങളെല്ലാം എന്തിനാണ് അത് ജാസ്മിൻ എന്ന് പറയുന്നത്? എനിക്ക് ജാസ്മിൻ ആരാന്ന് പോലും അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ എന്താ പറയുക, ഞാൻ ആരുടെയും സപ്പോർട്ടില്ല. ഇത് വന്നിട്ടൊരു പബ്ലിക് ഇത് ന്യൂസൻസ് ആണെങ്കിൽ ബിഗ് ബോസ് ഷോ അല്ല. അതിനകത്ത് ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ഒരു ടോട്ടലായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റ് പുറത്ത് വരരുത് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം ജാൻമണി ആണെങ്കിലും അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് ജോലി കൊടുത്തിട്ടുള്ളത് കൊണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവർക്ക് എൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊരു ഒരാളുണ്ട്, ഒരു ലേഡിയുണ്ട്. സോ അവരെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എൻ്റെ ഓഫീസിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കൂടെ സപ്പോർട്ട് ചെയ്യുന്നതായതുകൊണ്ട് അങ്ങനെ അവർക്ക് ഓപ്പോസിറ്റായിട്ടൊരു റിയാക്ഷൻ വരരുത് പബ്ലിക്കിൽ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിന് വീഡിയോ ഇട്ടത്. അതല്ലാതെ ഈ സിബിൻ ചെയ്യുന്നത് ബുള്ളിങ് ആണ്. ഞാൻ സിബിനെ കയറിയെന്ന് ഞാൻ സിബിനെ കണ്ടിട്ടുണ്ട്, സായിയെ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അന്ന് ഞാൻ സായിയെ വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടൊക്കെ ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതെന്ന്. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്, ബ്രില്യൻ്റായിട്ട് കളിക്കുന്നുണ്ട്, സായിയും പുറകിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ഹിസ് ബ്രില്യൻസി. സിബിൻ ബുള്ളി ചെയ്യുന്നത് കൊണ്ടും മറ്റുള്ളവരെ കൂവുന്നത് കൊണ്ടുമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അതൊരു പബ്ലിക് ആക്റ്റാണ്. ഓക്കെ, പബ്ലിക്കിൻ്റെ മുന്നിൽ സിബിന് കുറേ ടാലൻ്റ് ഉള്ളത് കൊണ്ട് അത് കറക്റ്റാണ്. ഇപ്പം മോഹൻലാൽ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റബിൾ ആണ്. ബിക്കോസ് നമ്മളെല്ലാവരും അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. ഞാൻ മോഹൻലാലിനെ കുറേ നേരം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാം മറന്ന് മോഹൻലാലിനെ മാത്രം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞ പോലെ കുറച്ച് ടാലൻ്റ് ഉള്ള ഒരാൾ, പബ്ലിക്കിൽ അക്സെപ്റ്റൻസ് ഉള്ള ഒരാൾ, കേപ്പബിലിറ്റി ഉള്ള ഒരാൾ, കാലിബർ ഉള്ള ഒരാൾ പറയുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെ അത്ര മെച്യൂരിറ്റി ഇല്ലാത്തവർ, അത്ര മുന്നോട്ട് ചിന്തിക്കാൻ ദൂരക്കാഴ്ചയില്ലാത്ത ആൾക്കാർ, എന്ന് വെച്ചാൽ ഭാവിയെക്കുറിച്ച് വരുംവരായികളെക്കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ ചിന്തിക്കുന്നത് അവർ ചെയ്യുന്ന കറക്റ്റാണ്, അതുപോലെ ചെയ്യാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ അറിയാതെ പോലും മറ്റുള്ളവർ ചെയ്യുന്ന ജസ്റ്റേഴ്സ് നമ്മളിലേക്ക് ഒട്ടുന്ന നമ്മൾ അറിയാതെ അവരെ ഇമിറ്റേറ്റ് ചെയ്തു പോകുന്ന ഒരു ഇതുണ്ടാകും. അത് ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ കാര്യം, ഞാൻ ആരുടെയും സപ്പോർട്ടായിട്ടൊന്നുമില്ല. ഞാൻ ആർക്കും സപ്പോർട്ടല്ല, ആരുടെയും സപ്പോർട്ടല്ല. ഇപ്പോൾ നോർമലായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ നമ്മൾ കാണുന്നു, നമ്മൾ എൻജോയ് ചെയ്യുന്നു. അതാണ് നമ്മൾ ഓഡിയൻസ്. അവർ ഗെയിം കളിക്കുന്നു, അവർ ഏൺ ചെയ്യുന്നു, അവർ വിന്നറാവുന്നു, കപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും, ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ആരെയൊന്നും നമുക്കറിയില്ല, അവരവരുടെ ലൈഫ് നോക്കി പോകും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഒച്ച വെച്ച നമ്മളും, അല്ലെങ്കിൽ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാതെ പുറത്ത് കിടന്ന് ഒച്ച വയ്ക്കുന്നവരും കമൻ്റ് ഇടുന്നവരും അല്ലെങ്കിൽ ഇത് ചെയ്യുന്നവരും ഒക്കെ നമ്മളുടെ മനസ്സിലേക്കാണ് നമ്മൾ പോയിസൺ കുത്തിവെക്കുന്നത്. നമ്മളൊരു ചീത്ത വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് ആദ്യം കേൾക്കുന്നത് നമ്മളാണ്. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിനേക്കാളും ആദ്യം കേൾക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ തന്നെയാണ് അവിടെ കാണുന്നത്, അല്ലേ? കണ്ണാടി നോക്കി ഈ കാണിച്ച ജസ്റ്റേഴ്സ് കണ്ണാടി നോക്കി നമ്മളെ തന്നെ ഒന്ന് കാണിച്ചു നോക്കാം, അപ്പം നമുക്കറിയാം. അല്ലാതെ അവൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അവളുടെ സപ്പോർട്ടാണ്. ഞാൻ ആദ്യമത്തെ ഏതവൾ, അത് കഴിഞ്ഞാണ് മനസ്സിലായത് ജാസ്മിൻ. ഞാൻ ജാസ്മിൻ എൻ്റെ സപ്പോർട്ടറൊന്നുമില്ല. എനിക്ക് നോറ ഇഷ്ടമാണ്. ബിക്കോസ് വെറുത്ത് അവസാനം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടറാണ് നോറ. അല്ലാതെ എനിക്കതിനകത്ത് ആരെയും സപ്പോർട്ട് ചെയ്യില്ല. അർജുൻ ഭയങ്കര സ്റ്റൈലാണ്. അപ്പോൾ അപ്സര നല്ല എന്താ പറയണ്ടേ, കേപ്പബിളായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അല്ലാതെ ഓരോരുത്തരെയും ചെസ്സ് കളിക്കുന്ന പോലെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. എനിക്കങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പൊസിഷനിലുള്ള ഒരാളല്ല ഞാൻ. ഓക്കെ, എനിക്ക് എൻ്റെ ആവശ്യമില്ല. ഒരു ഗേൾസ് എല്ലാവരും നിൽക്കുന്ന അതേ ഏജിലുള്ള കുറേ ഗേൾസ് അവിടെ ഉണ്ട്. പക്ഷെ കുറച്ച് പ്രായമായ ഒരു സ്ത്രീ അവിടെ ഉണ്ട്. വുമൺ, കുറേ പെൺപിള്ളേരുള്ള ഒരു ഇടത്ത് കുറേ ആണുങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു സ്ത്രീയെ ഇങ്ങനൊരു ആക്ഷൻ കാണിച്ചത് ശരിയാണോ? അതും ഒരു DJ ആണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാൾക്ക് കുറേ ടാലൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള ഒരാൾ ചെയ്യുന്ന ആക്ട് കറക്റ്റാണ് എന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. അത് വാൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ ഋഷിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നില്ല. ആ കുട്ടി എന്താണ് അങ്ങനെയെന്ന് എനിക്കറിയില്ല. അവനെതിരായിട്ട് എന്ത് വന്നാൽ മാത്രമേ അവന് ഫീൽ ചെയ്തു. അന്ന് അവിടെ നടന്ന